ഹലോ ഡിയേഴ്സ്, നമുക്ക് ഓണത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഒരു കൊറിയറായിരുന്നു ഇത്. അവർക്ക് അധികം തിരക്കില്ല, സാവകാശം ചെയ്ത് കിട്ടിയാൽ മതിയെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഓണത്തിരക്കെല്ലാം തീർന്നിട്ടാവാം ഓപ്പണിംഗ് എന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാമെന്നോർത്ത് ഇരിക്കുകയാണേ. ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പാക്കിങ് ചെയ്ത് അതിൻ്റെ മേലെ കൂടി ഫുള്ള് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടാണ് നമുക്ക് ഈ സംഭവം അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഈ പാക്കിങ് അയച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ചധികം ടൈം തന്നെ വേണ്ടി വന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാനിങ്ങനെയൊക്കെ ഒപ്പിച്ച് പറിച്ചെന്നാൽ പിന്നെ എടുത്തേക്കാന്നോർത്ത് അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ ആദ്യം ഓർത്തു നല്ല കവറല്ലേ, നമുക്ക് പിന്നീടും എന്തെങ്കിലുമൊക്കെ പാക്കിങ്ങിന് ആവശ്യം വരുമ്പോഴത്തേനും ഉപകരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടാതായപ്പോഴത്തേനും ഞാൻ പിച്ചിപ്പറിച്ച് തുറന്നെടുത്തത്. സംഭവം ഇത്രയൊക്കെ ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പാൻറ്റും അതിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബ്ലാക്ക്. പിന്നെ ഇതെല്ലാം പാൻറ്റിനുള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു കേട്ടോ. ഇത് ബ്ലൂ കളറ് പാൻറ്റും അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം മോഡലിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേറൊരു മെറ്റീരിയലും അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെയും ഒരു മോഡലും അതിൻ്റെ കൂട്ടത്തിൽ അത് തയ്ക്കാനുള്ള തുണിയും വെച്ചിട്ടുണ്ട്. വൈറ്റാണ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽ. ആ സ്കിൻ കളറിൽ തന്നിട്ടുള്ളതായിരുന്നു അളവ് പാൻറ്റ്. അപ്പോൾ അതിൽ കണ്ടോ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതൊക്കെ എഴുതിയും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇവർ അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. ഇത് റണ്ണിങ് മെറ്റീരിയലാണ്. ഇവർ കുറച്ച് പേർക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ എന്ന് പറയാം നമുക്ക്. അത്രയും നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുന്നേ ഞാൻ ഇവർക്ക് ഇതുപോലെ തന്നെ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആണെങ്കിലും നമുക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. എന്താ പറയുക, ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. അടിയിൽ ലൈനിങ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ലൈനിങ് ഇടാതെ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇവർ അയച്ചു തരുന്ന മിക്കവാറും മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ തന്നെ നല്ല മെറ്റീരിയൽസ് ആയിരിക്കും. നമുക്ക് കണ്ടാലും അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല എന്താ പറയുക അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് നമുക്ക് ഇവർ അയച്ചു തരാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം അവർ തന്നെ നമുക്ക് അയച്ചു തരാറുണ്ട്. അതനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചെറിയൊരു കവറും കൂടി ഞാൻ അതിൽ നിന്ന് മാറ്റുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ കവറിലുണ്ടായിരുന്നതാണ് രണ്ട് ലേസായിരുന്നു അത്. അപ്പോൾ ഇവർക്ക് ഏതോ ഒരു പാൻറ്റിന് സെറ്റാക്കി കൊടുക്കാനായിട്ടുള്ള ലേസാണ്. കാലിൻ്റെ ആ പോർഷനിലേക്ക് സെറ്റാക്കി കൊടുക്കാനുള്ള ലേസാണ് ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വേണം സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മെറ്റീരിയൽസ് എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. എനിക്ക് അറിയുമ്പോഴത്തേനും ഒന്ന് സന്തോഷമാവുമല്ലോ. അപ്പോൾ അതോർത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.